Hello guys, welcome back. അപ്പോൾ നമ്മുടെ ചാനലിലെ നാലാമത്തെ ലോങ് വീഡിയോ ആണിത്. ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന ക്യൂട്ട് ആയിട്ടുള്ള കവായ് സ്റ്റിക്കേഴ്സ് ആണ്. ഇത് നമുക്ക് ജേർണലിലോ അല്ലെങ്കിൽ നോട്ട്ബുക്സിലോ എന്തിൽ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിൻട്രസ്റ്റ് അടിച്ചു കൊടുത്താൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല നീഷിൽ ഇഷ്ടം പോലെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാർട്ടൂൺ, ഡ്രോയിങ്, വാൾപേപ്പർ, ക്രാഫ്റ്റ്, ഫാഷൻ, ബ്യൂട്ടി, നെയിൽസ്, ഹെയർ ടിപ്സ് എല്ലാ സംഭവവും ഇതിലുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പിൻട്രസ്റ്റിൽ ഇല്ലാത്തതായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് ചെയ്യാനായിട്ട് സെർച്ച് ബാറിൽ പോവുക, കവായ് സ്റ്റിക്കേഴ്സ് ഒന്ന് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഈ ഒരു ഡോട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ സംഭവമാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിനി എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിന് ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വരയ്ക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര വലിയ ഡിസൈനൊക്കെ വരച്ച് നോക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക. പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടാവും. ആ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഈസി ആയിട്ട് ട്രേസ് ചെയ്ത് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഇമേജ് വേണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസിനനുസരിച്ച് ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് വെക്കുക. എന്നിട്ട് വോളിയം ഡൗൺ ബട്ടൺ ഒരു തവണ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ലോക്കായി ഉണ്ടാവും. പിന്നെ സ്ക്രീന് നമുക്ക് എന്തൊക്കെ ചെയ്താലും അനങ്ങില്ല. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അൺലോക്കായി ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് നല്ല രീതിയിലൊന്ന് കൂട്ടി വയ്ക്കുക. അതിൻ്റെ മുകളിൽ പേപ്പർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെൻസിൽ യൂസ് ചെയ്ത് തന്നെ ഒന്ന് കോപ്പി ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ അത്യാവശ്യം തന്നെ ഒന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഗേളിൻ്റെ ഒരു പിക്ചർ കുറച്ചുകൂടെ വലുതായിട്ട് വേണമായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ അത് വരച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കളർ ചെയ്യാം. എൻ്റെ അടുത്ത് ഈ ഒരു സ്കെച്ചിനെ പറ്റി ചോദിക്കാത്തതായിട്ട് ആരുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ആർട്ട് മാർക്കേഴ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ മാർക്കേഴ്സ് എന്നാണ് പറയുക. ഞാനിത് 60 പീസസ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഏകദേശം ഒരു 1 ഇയർ ആയി വാങ്ങിച്ചിട്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു അക്കൗണ്ടല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കേഴ്സ് എന്ന് പറയുന്നത് 2 ഹെഡായിട്ടായിരിക്കും ഉണ്ടാവുക. ഒന്ന് നമുക്ക് തിക്കായിട്ട് വരുന്നതും വേറൊരെണ്ണം തിന്നായിട്ട് വരുന്നതാണ്. തിക്കായിട്ടുള്ള മാർക്കേഴ്സ് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് തിന്നായിട്ടുള്ള മാർക്കർ ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ആമസോണിൽ പോയിട്ട് ആൽക്കഹോൾ മാർക്കേഴ്സ് അല്ലെങ്കിൽ ആർട്ട് മാർക്കേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. ഇത് 60 പീസസിൻ്റെ ഏകദേശം എനിക്കൊരു 900 സംതിങ് ഒരു റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തന്നെ 24 പീസസ്, 36 പീസസ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഒരു 500-300 റേഞ്ചിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരേ ഷെയ്ഡിൽ തന്നെ ഏകദേശം സ്ലൈറ്റ് ഡിഫറൻസ് വരുന്ന രീതിയിൽ ഇതുപോലത്തെ സ്കെച്ച് പെൻസൊക്കെ നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ വലിയ അഹങ്കാരം കാണിച്ച് യെല്ലോ കളർ മതി കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് സത്യമായിട്ടും തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വിഷമം അടുത്ത പൂല് തീർക്കാമെന്ന് പറഞ്ഞു. അതും ഏകദേശം കുളമായ അവസ്ഥയായിരുന്നു. പിന്നെ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പൂച്ചയുടെ ബോക്സ് വരച്ച സംഭവമായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റിക്കർ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തതല്ല. നമ്മൾ ഈ കവായ് ഫോൾഡിംഗ് നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒട്ടിക്കാൻ വേണ്ടി കവായ് സ്റ്റിക്കർ എന്തായാലും വേണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു കവായികൾ, ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇതിനെ തൊട്ടപ്പം മുതൽ അബദ്ധമല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യം തന്നെ മുടി വരച്ച് കുളമാക്കി, അതിലൊരു 50 കളർ തന്നെ മുടി തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം രണ്ടും കൽപ്പിച്ച് ഞാൻ ഫേസിൽ ഒരു ക്രീം കളർ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു. അടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വല്ല ട്രോമ വന്ന അവസ്ഥയായിരുന്നു. കാരണം ഞാൻ അടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് വല്ല ആഫ്രിക്കൻ കവായികളായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കൈവിട്ടില്ല. ഞാൻ ഈ ബോർഡറൊക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ ബോർഡറൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായി. പിന്നെ ഞാൻ അത് വിട്ടിട്ട് അടുത്ത ഗേളിൽ പിടിച്ചു. ആ ഗേളിൽ ഞാൻ ഒരുപാട് ആഡംബരമൊന്നും കാണിക്കാൻ പോയില്ല. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ബ്രൗൺ കളർ അടിച്ചു കൊടുത്തു, സാധാ കളർ അടിച്ചു കൊടുത്തു, ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പോൾ വിശ്വാസം കൈവിടുന്നു, ഒന്നുകൂടെ വരച്ചെടുത്താൽ പോരെ എന്ന് പറഞ്ഞ് വീണ്ടും ആദ്യത്തെ നമ്മുടെ കവായികൾ ഒന്നുകൂടെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഇറൈസർ വെച്ചിട്ട് പെൻസിലിൻ്റെ മാർക്കിങ്സ് ഒക്കെ കളയാൻ വേണ്ടി ഒന്ന് മായ്ച്ചെടുക്കുക. അതിനുശേഷം എല്ലാ പീസസും ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം നമ്മുടെ ഓരോ പിക്ചേഴ്സും ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ചെറിയൊരു സ്പേസ് എക്സ്ട്രാ വിട്ടതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ എല്ലാ സാധനവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രിക അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാതെ കത്രിക ഒരവിടെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഈ നമ്മൾ പിടിച്ചിരിക്കുന്ന പേപ്പർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഒരു ബട്ടർ പേപ്പർ എടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ അതോ അല്ലെങ്കിൽ
നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലുള്ള പേപ്പർ അതും അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു A4 ഷീറ്റ് എടുക്കുക, കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബട്ടർ പേപ്പർ പോലത്തെ ഒരു ഇഫക്റ്റ് കിട്ടും. അപ്പോൾ അതെടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതേപോലത്തെ ഒരു സെല്ലോ ടേപ്പ് എടുക്കുക, മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നേരെ ഒട്ടിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ പെട്ടെന്നൊന്നും ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ കീറിപ്പോവും. അപ്പോൾ എല്ലാം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റിക്കർ എടുക്കുക, ഇതുപോലെ സെല്ലോ ടേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ സെല്ലോ ടേപ്പ് അതുപോലെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം പാടുപെട്ട പണിയാണ്, പക്ഷേ ഇതുപോലെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പേപ്പറിൽ ഒട്ടിച്ച് പേപ്പറോട് കൂടെ കട്ട് ചെയ്തെടുക്കണമായിരിക്കും ഏറ്റവും എളുപ്പം. ഞാൻ പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് ഇതുപോലൊരു ഇതിലെല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ജസ്റ്റ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ സെല്ലോ ടേപ്പ് കട്ട് ചെയ്യണം മാത്രം അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അറ്റത്ത് വരുന്ന സെല്ലോ ടേപ്പ് ഒന്നല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സ് റെഡിയായി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്സിലോ ജേർണലിലോ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കവായ് ഫോൾഡിംഗ് നോട്ട്ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് പോയി കണ്ടു നോക്കുക.